അത് CPM-കാർ പോലും പറയുന്നുണ്ട് എല്ലാം. ഇന്നലെ EP ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടു. അദ്ദേഹം പറഞ്ഞു ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പിന്നെ ആർക്കാണ് സംശയം? അതാരും CPM നേതാക്കന്മാരാരും തന്നെ അതിന് ന്യായീകരിക്കാൻ വന്നിട്ടില്ല. കാരണം 3 പ്രസിഡന്റുമാരാണ് അകത്താക്കിയത്. 2 പേരെ അകത്താക്കിയത് കഴിഞ്ഞ സർക്കാരാണ്. ഞങ്ങളുടെ കാലത്ത് പഴയതിന്റെ ബാക്കിയായിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അല്ലാതെ ഞങ്ങളൊന്നും ഇതിൽ ഇടപെട്ടിട്ടുമില്ല. ഞങ്ങൾക്കതിൽ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റ് തന്നെ ഞങ്ങൾ ഇപ്പോൾ തൊടാൻ പോയിട്ടില്ല. ഏതായാലും വരട്ടെ, നമുക്ക് ചാർജ് ഷീറ്റ് വരട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഫൈനൽ ചാർജ് ഷീറ്റ് വരട്ടെ, അതനുസരിച്ച് സർക്കാർ തീരുമാനിക്കും. അല്ല, അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ സർവീസിൽ ഇരുത്താൻ കൊള്ളുന്ന ആളല്ല. ഇപ്പോ ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും ഭരിക്കുന്ന സർക്കാരിനെ അനുസരിക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു ഒബ്ജക്ഷനുമില്ല. പക്ഷേ അതിനുവേണ്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ആളുകളെ തലതല്ലി പൊളിക്കാൻ പറയുക, പിന്നെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന പൂരം കലക്കുക, എന്തൊക്കെയാ ചെയ്യുക കഴിഞ്ഞ പ്രത്യേകിച്ച് അവസാനത്തെ 5 വർഷക്കാലം. സത്യത്തിൽ പിണറായി വിജയനെ കുഴിയിലിറക്കിയതിന്റെ മുഖ്യ പങ്കാളി അദ്ദേഹം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ, ഈ തരക്കാരൊന്നും സർവീസിലുണ്ടാവാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഏതായാലും അന്വേഷണം നടക്കട്ടെ, ബാക്കി കാര്യങ്ങൾ പുറത്തു വരാം.